നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് രാജക്കാട് ഡിവിഷനിൽ പ്രചാരണം ശക്തമാക്കി ഇടത് വലത് മുന്നണികൾ. സീറ്റ് നിലനിർത്താൻ LDFും തിരിച്ചുപിടിക്കാൻ UDFും പ്രചാരണ രംഗത്ത് സജീവം. സംസ്ഥാനത്ത് തന്നെ ഏറെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഇടങ്ങളിൽ ഒന്നായി കട്ടപ്പന നഗരസഭയിലെ 22ാം വാർഡ്. മുൻ MLAയും AICC അംഗവുമായ EM അഗസ്തിയാണ് UDF സ്ഥാനാർത്ഥി. LDF സ്ഥാനാർത്ഥിയായി CR മുരളി. NDAയും സജീവം. രാഹുൽ മാങ്കോട്ടത്തിലിനെ ന്യായീകരിച്ച UDF കൺവീനർ അടൂർ പ്രകാശ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പല കള്ളക്കേസുകളും ഉണ്ടാകും, തനിക്കെതിരെയും ഉണ്ടായിട്ടുണ്ട്. പരാതിയുണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ എന്നും അടൂർ പ്രകാശ്. ശബരിമല സന്നിധാനവും പരിസരവും 24 മണിക്കൂറും എക്സൈസിന്റെ നിരീക്ഷണത്തിൽ. ഒരു സർക്കിൾ ഇൻസ്പെക്ടറും 3 ഇൻസ്പെക്ടർമാരും 6 അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരും അടങ്ങുന്ന 24 അംഗ ടീമാണ് നിലവിൽ സന്നിധാനത്ത് നിരീക്ഷണത്തിനുള്ളത്. വിശദമായ വാർത്തകളിലേക്ക് നോക്കാം. പോരാട്ടം 2025. പ്രചാരണ രംഗത്ത് സജീവമായിരിക്കുകയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. ജില്ലാ പഞ്ചായത്ത് രാജക്കാട് ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥി G ശങ്കർകുമാർ 1ാം ഘട്ട പ്രചാരണം പൂർത്തിയാക്കി 2ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഇത്തവണയും സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥിയും മുന്നണിയും. തെരഞ്ഞെടുപ്പ് രംഗം വളരെ ചൂടുപിടിച്ച പ്രചാരണ രംഗത്ത് സ്ഥാനാർത്ഥികളെല്ലാം സജീവമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമ്മോടൊപ്പം ഉള്ളത് ഇടുക്കി ജില്ലാ പഞ്ചായത്തിലെ 4ാം ഡിവിഷൻ രാജാക്കാട് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന LDFിൻ്റെ സ്ഥാനാർത്ഥിയാണ് നമ്മോടൊപ്പം ഉള്ളത്. പ്രചാരണ രംഗത്ത് ആദ്യം തന്നെ എത്തിയിരുന്നു. അപ്പോൾ ഇപ്പോൾ പ്രചാരണം എങ്ങനെ മുമ്പോട്ട് പോകുന്നു? നല്ല രീതിയിൽ പോകുന്നു. എല്ലാ ഏരിയയിലും മാക്സിമം കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മാക്സിമം എല്ലാവരെയും നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട്. എങ്ങനെയാ ഒരു വിജയ പ്രതീക്ഷയൊക്കെ എത്രത്തോളം? തീർച്ചയായിട്ടും 100% വിജയിക്കുന്നതാണ് നമ്മളെ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. UDFിൻ്റെ സ്ഥാനാർത്ഥിയെ നേരത്തെ അറിയുന്നയാളാണോ? അദ്ദേഹവും പ്രചാരണ രംഗത്ത് അല്പം വൈകിയാണെങ്കിലും സജീവമായിട്ടുണ്ട്. അല്ല, അദ്ദേഹത്തെ നേരത്തെ വ്യക്തിപരമായിട്ട് അറിയില്ല. ഞങ്ങൾ ആ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ നേരത്തെ മാത്രമേ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളൂ. അതെ, നമുക്കൊരു വെല്ലുവിളിയല്ല അങ്ങനെ നമുക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. അങ്ങനെ ഒരു ഫീല് തോന്നിയിട്ടില്ല. പിന്നെ ഇലക്ഷൻ ആയതുകൊണ്ട് നമ്മളും മാക്സിമം എല്ലാം കവർ ചെയ്യാൻ നോക്കുന്നുണ്ട്, എല്ലാ മേഖലയും. അതെ, ഇപ്പം 1ാം ഘട്ടവും പ്രചാരണമൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും 1ാം ഘട്ടം പ്രചാരണം കഴിഞ്ഞു. ഇതിപ്പോൾ 2ാം ഘട്ടത്തിലോട്ടും നീങ്ങുവാണ്. ഈ മത്സര രംഗത്ത് ആദ്യമായിട്ടാണോ? അതെ, ഞാൻ ആദ്യമായിട്ടാണ് മത്സര രംഗത്ത് വരുന്നത്. പാർട്ടി ഒരു വലിയ ചുമതലയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് മാക്സിമം നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ ചെയ്യും. സംഘടനാ രംഗത്തെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നിലവിൽ ഞാൻ ബൈസൺവാലി ലോക്കൽ കമ്മിറ്റി അംഗവും AKSന്റെ ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ട് പ്രവർത്തിച്ചു വരുന്നു. 3 വർഷമായിട്ട് ST പ്രൊമോട്ടറായിട്ടും നമുക്ക് അനുഭവ പരിചയമുണ്ട്. എന്തായിരുന്നാലും തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തീർച്ചയായിട്ടും തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ജയിക്കുമെന്ന ഉത്തമ ബോധ്യമുള്ളതായി നമുക്കുണ്ട്. അത്തരത്തിലാണ് നമുക്ക് കിട്ടുന്ന റെസ്പോൺസ്. തീർച്ചയായിട്ടും എല്ലാ ഭാഗത്തു നിന്നും നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. ഓക്കെ, എന്തായിരുന്നാലും വിജയ ആശംസകൾ നേരുകയാണ്. LDFിൻ്റെ സ്ഥാനാർത്ഥി സജീവമായി പ്രചാരണ രംഗത്ത് നിൽക്കുന്നു. ഇനി നമുക്ക് UDFിൻ്റെ സ്ഥാനാർത്ഥിയെ കാണണം, മറ്റ് സ്ഥാനാർത്ഥികളിലേക്ക് പോകണം. എന്തായിരുന്നാലും ഈ ഒരു യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് രംഗം വളരെ സജീവമായി മുമ്പോട്ട് പോവുകയാണ്. മറ്റൊരു സ്ഥാനാർത്ഥിയുമായി നമുക്ക് വീണ്ടും കാണാം. ക്യാമറമാൻ ഗോകുൽ മധുവിനൊപ്പം സന്ദീപ് രാജാക്കാട്, സിറ്റി വിഷൻ. അതേസമയം ഇത്തവണ ജില്ലാ പഞ്ചായത്ത് രാജക്കാട് ഡിവിഷൻ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് UDFും പ്രചാരണ രംഗത്ത് സജീവമായത്. തികഞ്ഞ വിജയപ്രതീക്ഷയോടെ UDF സ്ഥാനാർത്ഥി ബാബുരാമനും പ്രചാരണം കൊഴുപ്പിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ മുമ്പ് LDFിൻ്റെ സ്ഥാനാർത്ഥിയെ കണ്ടിരുന്നു. ഇപ്പം രാജാക്കാട് ഡിവിഷൻ ജില്ലാ പഞ്ചായത്തിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ബാബുരാമനാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇതിനു മുമ്പ് നമ്മൾ കണ്ട് സംസാരിച്ചിരുന്നു. എങ്ങനെയുണ്ട് പ്രചാരണ രംഗം, എങ്ങനെ പോകുന്നു? നമസ്കാരം. പ്രചാരണ രംഗം കുഴപ്പമില്ല, നല്ല ഉഷാറായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. നമ്മൾ പറയാനുള്ളത്, കഴിഞ്ഞിടയ്ക്കാണ് ഇവിടെ ദരിദ്രരില്ലാതെ കേരളം എന്നും പറഞ്ഞ് പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്. ഞാൻ ഈ ഫീൽഡിൽ പോകുമ്പോൾ എനിക്ക് അറിയാൻ സാധിക്കുന്നത്, പടുത കെട്ടിക്കിടക്കുന്ന വീടുകൾ
ഇപ്പോഴും സാധാരണ പാവങ്ങളായ ആളുകൾ ഇപ്പോഴും നമ്മുടെ രാജക്കാട് ഡിവിഷനിൽ ഈ കേരളത്തിലെ ഈ ഇടുക്കി ജില്ലയിൽ നിലവിൽ ഉണ്ട്. പിന്നെ ഇവരെന്ത് ഉദ്ദേശിച്ചാണ് LDF വീടുകളിൽ കയറി വോട്ട് ചോദിക്കാൻ എന്ത് ധൈര്യത്തിലാണ് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുമ്പം നിലവിൽ ഇത് LDFൻ്റെ ഒരു സിറ്റിംഗ് സീറ്റായിട്ട് നിലനിൽക്കുകയാണ്. പ്രചാരണ രംഗത്തേക്ക് സജീവമാകുമ്പോൾ എന്താണ് തോന്നുന്നത്? ഒരു വിജയപ്രതീക്ഷയൊക്കെ ഉണ്ടോ? 100% ഇവിടെ ഒന്ന് പറയല്ലോ, 110% വിജയപ്രതീക്ഷയാണ് മനസ്സിൽ. നമ്മൾ ഈ പ്രാവശ്യം വൻ ഭൂരിപക്ഷത്തോടു കൂടി ഇടുക്കി ജില്ലയും രാജക്കാട് ഡിവിഷനും നമ്മുടെ പഞ്ചായത്തെല്ലാം പിടിച്ചെടുക്കും. UDF അതിനുള്ള സംഘടനാ ശേഷിയുണ്ട്, UDF അതിനുള്ള ശക്തിയുണ്ട്. ആദ്യഘട്ടത്തിൽ ഇറങ്ങുമ്പോൾ ഒരു അല്പം വൈകിയിരുന്നു, അതൊക്കെ മറികടന്ന് ഇപ്പോൾ പ്രചാരണം മുന്നോട്ട് പോവാണ്. അതെ, അതെല്ലാം മറികടന്ന് നമുക്കിപ്പോൾ പ്രചാരണം മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. ഇപ്പം നിലവിൽ അടിപൊളിയാണ്, തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും അത്തരത്തിലാണ് LDF സർക്കാരിനെതിരായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് പ്രചാരണ രംഗത്ത് സജീവമായി UDF സ്ഥാനാർത്ഥി രാജാക്കാട് ഡിവിഷനിൽ പ്രചാരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. വിജയാശംസകൾ നേരുന്നു. മറ്റൊരു സ്ഥാനാർത്ഥിയുമായി നമുക്ക് വീണ്ടും കാണാം. ക്യാമറാമാൻ ഗോകുൽ മധുവിനൊപ്പം സന്ദീപ് രാജാക്കാട്, സിറ്റി വിഷൻ. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഉപ്പുതറ ഡിവിഷനിൽ ഇത്തവണ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുള്ളത് CPIMന്റെ മുതിർന്ന നേതാവ് കൂടിയായ PS രാജനാണ്. ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റായ ഉപ്പുതറ ഡിവിഷൻ നിലനിർത്താൻ PS രാജൻ പ്രചാരണ രംഗത്ത് സജീവമാണ്. അതേസമയം സീറ്റ് തിരിച്ചുപിടിക്കാൻ UDF സ്ഥാനാർത്ഥി ടോണി തോമസും രംഗത്തുണ്ട്. നോക്കാം എന്താണ് LDF സ്ഥാനാർത്ഥിയുടെ പ്രതീക്ഷകളെന്ന്. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഉപ്പുതറ ഡിവിഷൻ സ്ഥാനാർത്ഥി PS രാജനാണ്. അദ്ദേഹത്തോട് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണവും എത്രത്തോളമായെന്ന് നമുക്ക് ചോദിക്കാം. തെരഞ്ഞെടുപ്പിൽ ഇതിനു മുമ്പ് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ്. സ്ഥാനാർത്ഥികളെയൊക്കെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു. ഇപ്പോൾ അസംബ്ലിയിലാണെങ്കിൽ സഖാവ് CA കുര്യനെ, ES ബിജു മോളെ, അവസാനം വാർഡുത്സവനെ ഒക്കെ ജയിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ മുൻപന്തിയിൽ ഞാൻ ഉണ്ടായിരുന്നു. നന്നായിട്ട് ആ പ്രവർത്തനം നടത്താനും അവരെ വിജയിപ്പിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടി എന്നോട് സംഘടനാ രംഗത്തു നിന്ന് മാറി പാർലമെൻ്റ് രംഗത്തേക്ക് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ ദൗത്യം ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു ജനപ്രതിനിധിയായിട്ട് കാണാൻ ജനങ്ങളും ആഗ്രഹിക്കുന്നത് പോലെയാണ് ഈ പ്രതികരണത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. UDF സ്ഥാനാർത്ഥിയുടെ കടന്നുവരവ് എത്രത്തോളം? UDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അവർക്കിടയിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുന്നതിന് വൈകിപ്പോയി. ആദ്യം ജോർജ് ജോസഫ് പടവനായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പിന്നീടാണ് അവർ അവരുടെ സ്ഥാനാർത്ഥിയിൽ എത്തിച്ചേർന്നത്. എങ്കിലും അദ്ദേഹം ഒപ്പം എത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. പല സ്ഥലത്തും മരണ വീടുകളിലും വിവാഹ വീടുകളിലും ഒക്കെ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ കാണാറുണ്ട്. പിന്നെ 9 ഏക്കറി പുലി ഇറങ്ങിയപ്പോൾ അവിടെ ആ വിവരം അറിഞ്ഞ ആദ്യം വിവരം അറിഞ്ഞ അദ്ദേഹമാണ്. അത് കഴിഞ്ഞാണ് ഞാനവിടെ എത്തുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ സജീവമാകാനും ഒക്കെ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വിജയപ്രതീക്ഷയുണ്ട്. കാരണം എനിക്ക് അയ്യപ്പകോവിലും ഉപ്പുതറയും കാഞ്ചിയാറും അപരിചിതമല്ല. ഞാൻ ഈ 3 പഞ്ചായത്തിലും നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ആളാണ്. പാർട്ടിയുടെ പീരുമേട് താലൂക്ക് സെക്രട്ടറിയായിട്ട് 1981 പൂർണ്ണ സമയ പ്രവർത്തകനായിട്ട് ഇവിടുന്ന് പീരുമേട്ടിലേക്ക് മാറുന്നതിന് മുൻപ് കാഞ്ചിയാർ പഞ്ചായത്ത് എൻ്റെ ഒരു താവളമായിരുന്നു. നരിയമ്പാറ ദേവസ്വം ബോർഡ് കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ കാഞ്ചിയാറുമായി ബന്ധമുണ്ട്. അവിടെ സാഹിത്യകാരനായ കാഞ്ചിയാർ രാജനും ഞാനും തമ്മിൽ നല്ല ആത്മബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ ആൽഫ തിയേറ്റേഴ്സ് എന്ന് പറയുന്ന നാടക സമിതിയുണ്ട്. ഞാൻ ആ നാടക സമിതിയിൽ അംഗമായിരുന്നു. ഞാനും മരിച്ചുപോയ VN കൃഷ്ണൻകുട്ടിയും അതിലെ ആർട്ടിസ്റ്റുകളായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം തപസ്കരണം എന്ന് പറഞ്ഞ നാടകം ഞങ്ങൾ കാഞ്ചിയാർ പള്ളിമുറ്റത്ത് പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ച് അവതരിപ്പിക്കുകയും ഞാനതിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ധാരാളം സുഹൃത്തുക്കളും കലാകാരന്മാരും ഒക്കെയായി കാഞ്ചിയാറിൽ ബന്ധമുണ്ട്. പിന്നെ KSY പ്രവർത്തനവും പാർട്ടി പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടും കാഞ്ചിയാറ്റിൽ എൻ്റെ സാന്നിധ്യം സജീവമായിട്ടുണ്ടായിരുന്നു. ഇടുക്കിയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന ശ്രീമന്ദിരം ശശികുമാറിന്റെ വേർപാടിന് ശേഷമുള്ള ആദ്യ തദ്ദേശ തെരഞ്ഞെടുപ്പാണിത്. തോട്ടം കാർഷിക മേഖലയിലെ കോൺഗ്രസിന്റെ ശബ്ദമായിരുന്നു ശ്രീമന്ദിരം.
തെരഞ്ഞെടുപ്പിൽ മുൻപ് ശ്രീമന്ദിരം പ്രതിനിധീകരിച്ചിരുന്ന പാമ്പാടുംപാറ പഞ്ചായത്തിലെ ബാലഗ്രാം വാർഡ് തിരികെ പിടിക്കാൻ UDF നിയോഗിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകൻ വിഷ്ണു ശ്രീമന്ദിരത്തെയാണ്. വർഷങ്ങൾക്കിപ്പുറം പാമ്പാടുംപാറയിലെ 5-ാം വാർഡ് കൈപ്പിടിയിൽ ഒതുക്കാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. വർഷങ്ങൾക്ക് മുമ്പ് ശ്രീമന്ദിരം ശശികുമാറിലൂടെ UDF പാളയത്തിലെത്തിയ വാർഡ് പിന്നീട് BJPയിലെത്തുകയായിരുന്നു. തുടർച്ചയായ 3 തവണ BJP വിജയിച്ചു. കഴിഞ്ഞ തവണ LDF ചേരിയിലെത്തിയ വാർഡിൽ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ഇടതുപക്ഷത്തിനായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PT ഷിഹാബും BJP ടിക്കറ്റിൽ മുൻ മെമ്പർ അജികുമാറും മത്സരിക്കുന്നു. യുവത്വത്തിന്റെ കരുത്തു വിജയം നേടിത്തരുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ഒരു 20 വർഷമായി BJPയും CPMും മാറി മാറി ഭരിക്കുന്ന ഈ പ്രദേശത്ത് ഇതുവരെ ജനങ്ങളുടെ ഒരു ആവശ്യവും അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും നിറവേറ്റാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരാൻ ഇതുവരെ 20 വർഷമായി ഭരിച്ച ഒരു മുന്നണിക്കും സാധിച്ചിട്ടില്ല. ഇരു മുന്നണിക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത്തവണ 20 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പിതാവ് ശ്രീമന്ദിരം ശശികുമാർ ജനപ്രതിനിധിയായി ഈ 5-ാം വാർഡ് പിടിച്ചെടുത്തു. അതിനുശേഷം പാർട്ടി എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. ഇപ്രാവശ്യം വീണ്ടും ഒരു സദ്ഭരണം കാഴ്ചവെക്കുവാൻ, ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുവാൻ എന്നെ അവർ നിയോഗിച്ചിരിക്കുകയാണ്. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, പാമ്പാടുംപാറ പഞ്ചായത്ത് പ്രസിഡന്റ്, KPCC നിർവാഹക സമിതി അംഗം തുടങ്ങി വിവിധ നിലകളിൽ പ്രവർത്തിച്ച ശ്രീമന്ദിരം പട്ടം കോളനിയിലെ കോൺഗ്രസിന്റെ ശബ്ദം കൂടിയായിരുന്നു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനായും ഒരുക്കങ്ങൾ പൂർത്തിയായി. ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ 10 കേന്ദ്രങ്ങളിലാകും നടക്കുക. അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള അടിമാലി, ബൈസൺ വാലി, കൊന്നത്തടി, പള്ളിവാസൽ, വെള്ളത്തുവൽ എന്നീ ഗ്രാമപഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളും ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ മറയൂർ, മൂന്നാർ, കാന്തല്ലൂർ, വട്ടവട, ശാന്തൻപാറ, ചിന്നക്കനാൽ, മാങ്കുളം, ദേവികുളം എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം മൂന്നാർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള പാമ്പാടുംപാറ, സേനാപതി, കരുണാപുരം, രാജാക്കാട്, നെടുങ്കണ്ടം, ഉടുമ്പൻചോല, രാജകുമാരി എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളും ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള വണ്ണപ്പുറം, ഉടുമ്പന്നൂർ, കോടിക്കുളം, ആലക്കോട്, വെള്ളിയാമറ്റം, കരിമണ്ണൂർ, കൊടയത്തൂർ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഇടുക്കി, കഞ്ഞിക്കുഴി, വാത്തുക്കുടി, അറക്കുളം, കാമാക്ഷി, വാഴത്തോപ്പ, മരിയാപുരം എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം പൈനാവ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള അയ്യപ്പൻകോവിൽ, ചക്കുപള്ളം, ഇരട്ടയാർ, കാഞ്ചിയാർ, ഉപ്പുതറ, വണ്ടൻമേട് എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളും തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള കുമാരമംഗലം, മുട്ടം, ഇടവെട്ടി, കരിങ്കുന്നം, മണക്കാട്, പുറപ്പുഴ എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂളും അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള പെരുന്താനം, കുമളി, കൊക്കയാർ, പീരുമേട്, ഏലപ്പാറ എന്നീ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം പീരുമേട് മരിയാഗിരി ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂളും തൊടുപുഴ മുനിസിപ്പാലിറ്റി വോട്ടെണ്ണൽ കേന്ദ്രം തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിലും കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടേത് കട്ടപ്പന ഓശാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളുമായിരിക്കും. വോട്ടിംഗ് മെഷീനുകളുടെ സ്വീകരണവും വിതരണവും ഈ കേന്ദ്രങ്ങളിൽ തന്നെയാകും നടത്തുക. ന്യൂസ് ഡെസ്ക്, സിറ്റി വിഷൻ. സംസ്ഥാനത്ത് തന്നെ ഏറെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഇടങ്ങളിലൊന്നായി കട്ടപ്പന നഗരസഭയിലെ 22-ാം വാർഡ്. മുൻ MLAയും AICC അംഗവുമായ EM അഗസ്തിയാണ് UDF സ്ഥാനാർത്ഥി. LDF സ്ഥാനാർത്ഥിയായി CR മുരളി, മുഖ്യ എതിരാളി NDAയും സജീവം. മൂന്ന് തവണ MLA, ജില്ലാ ബാങ്ക് പ്രസിഡന്റ്, KPCC ജനറൽ സെക്രട്ടറി, DCC പ്രസിഡന്റ്, നിലവിൽ AICC അംഗം. EM അഗസ്തി വഹിച്ച പദവികൾ നിരവധി. ഇത്തവണ നഗരസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള അഗസ്തിയുടെ എൻട്രി അപ്രതീക്ഷിതം. UDF ഭരണം നിലനിർത്താൻ ചെയർമാൻ സ്ഥാനം ഇദ്ദേഹത്തെ തേടിയെത്തും. അതുകൊണ്ട് തന്നെ EM അഗസ്തിയുടെ സ്ഥാനാർത്ഥിത്വം വെട്ടാൻ A വിഭാഗം കിടഞ്ഞു പരിശ്രമിച്ചു. അതും വിജയിച്ചില്ല. LDFിലെ 5 വർഷത്തിനിടയിൽ 3 ചെയർമാൻമാരുണ്ടായി. അതൊക്കെ ഓരോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ്റെ കാര്യമാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പൂർണ്ണ ഐക്യത്തോടെ പോകും. വളരെ പക്വതയുള്ള, ഉത്തരവാദിത്തമുള്ള ആളുകളാണ് നേതൃനിരയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നേതൃത്വപരമായ യാതൊരു തർക്കവും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവത്തില്ല. ജനങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസത്തിന് പൂർണ്ണമായ ഉത്തരവാദിത്തത്തോടെ തന്നെ പ്രവർത്തിക്കും.
KSRTC മുൻ ജീവനക്കാരനും CPIM ലോക്കൽ സെക്രട്ടറിയുമായ CR മുരളിയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി. ബഹുമാനപ്പെട്ട MRC സാർ മത്സരിക്കുന്നത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം ഇത് കേരളത്തിൽ തന്നെയല്ല ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മത്സരം കൂടിയാണ്. ബഹുമാനപ്പെട്ട ASSC മെമ്പർ എന്ന നിലയിൽ ആണ് അദ്ദേഹം മെമ്പർ എന്ന നിലയിലും നിരവധി സ്ഥാനങ്ങളിലുമെല്ലാം അദ്ദേഹം സ്ഥാനമാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാനാർത്ഥിത്വത്തെ ഞാനൊരിക്കലും കുറച്ച് കാണുന്നില്ല. മത്സരം നല്ല നിലയിൽ തന്നെ നടക്കട്ടെ, ജനങ്ങൾ വിധിയെഴുതട്ടെ എന്നാണ് ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. വാർഡിൽ കരുത്തു തെളിയിക്കാൻ NDA സജീവമായി രംഗത്തുണ്ട്. ഞാൻ ഏറ്റവും താഴ്ന്ന ഏറ്റവും പ്രായം കുറഞ്ഞൊരു സ്ഥാനാർത്ഥിയായിട്ടാണ് പുള്ളിയുടെ അടുത്ത് നിൽക്കുന്നത്. പുള്ളി ഏറ്റവും കൂടുതൽ പരിചയസമ്പന്നതയാണ്. പക്ഷേ എന്നാൽ പോലും എൻ്റെ പാർട്ടി എന്നെ ഏൽപ്പിച്ചേക്കുന്ന ചുമതല ഭംഗിയായി നിറവേറ്റുക എന്നുള്ളതാണ് എനിക്ക് അവിടെ മത്സരിക്കാനുള്ളത്. കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന ആകാംക്ഷയിലാണ് വോട്ടർമാരും. സിറ്റി വിഷൻ കട്ടപ്പന. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിച്ച UDF കൺവീനർ അടൂർ പ്രകാശ്, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പല കള്ളക്കേസുകളും ഉണ്ടാകും, തനിക്കെതിരെയും ഉണ്ടായിട്ടുണ്ട്, പരാതിയുണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ, കള്ളക്കേസാണോ എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്, കേസ് തെളിഞ്ഞാൽ മുതിർന്ന നേതാക്കൾ ആലോചിച്ച് തീരുമാനമെടുക്കും, ഇപ്പോൾ പരാതി വരാൻ കാരണം തെരഞ്ഞെടുപ്പാണെന്നും അടൂർ പ്രകാശ് കട്ടപ്പനയിൽ പറഞ്ഞു. ഏതായാലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇതുപോലെ പല ആളുകളുടെയും പേരിൽ കേസുകൾ പല കേസുകളും ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ അതിൻ്റെ ഒരു അനുഭവസ്ഥനാണ്. ഞാൻ എൻ്റെ അനുഭവസ്ഥൻ എന്ന് പറയുമ്പോൾ ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് വിശദീകരിക്കുന്നില്ല. എങ്കിലും ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ആ തെരഞ്ഞെടുപ്പ് വേളകളിലൊക്കെ തന്നെ ഏതെങ്കിലുമൊക്കെ കള്ളക്കേസുകൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ അത് ഇവിടെയും നടപ്പാക്കുന്നു. രാഹുലിനെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയെക്കുറിച്ച് അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണം നടന്നതിന് ശേഷം ആ അന്വേഷണത്തിൽ എന്താണ് പുറത്തു വരുന്നതെന്ന് അറിയട്ടെ. അതിനുശേഷം മറുപടി പറയാം. ഇനി ശബരിമല വിശേഷങ്ങളുമായി ശരണമന്ത്രം. ശബരിമല സന്നിധാനവും പരിസരവും 24 മണിക്കൂറും എക്സൈസിന്റെ നിരീക്ഷണത്തിൽ. ഒരു സർക്കിൾ ഇൻസ്പെക്ടറും 3 ഇൻസ്പെക്ടർമാരും 6 അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരും അടങ്ങുന്ന 24 അംഗ ടീമാണ് നിലവിൽ സന്നിധാനത്ത് നിരീക്ഷണത്തിനുള്ളത്. മഫ്തി പെട്രോളിംഗ്, കാൽനട പെട്രോളിംഗ് എന്നിങ്ങനെ 2 യൂണിറ്റുകളായി തിരിഞ്ഞാണ് എക്സൈസ് വകുപ്പിന്റെ സന്നിധാനത്തെ പ്രവർത്തനം. 3 ഷിഫ്റ്റുകളായി 24 മണിക്കൂറും ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിലുണ്ടാകും. ശബരിമലയിൽ ഏതെങ്കിലും വിധത്തിൽ ലഹരി ഉപയോഗം നടക്കുന്നുണ്ടെങ്കിൽ തടയുകയാണ് ലക്ഷ്യം. അതിന്റെ ഭാഗമായി ശക്തമായ നിരീക്ഷണവും പരിശോധനകളുമാണ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. സ്വാമി അയ്യപ്പൻ്റെ മണ്ഡലപൂജ മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് മദ്യത്തിൻ്റെയും ലഹരി വസ്തുക്കളുടെയും വിപണനം, കടത്ത്, കൈവശം സൂക്ഷിക്കൽ, വ്യാജ വാറ്റ് എന്നിവ തടയുന്നതിന് വേണ്ടി പ്രത്യേക സർക്കാർ ഉത്തരവ് പ്രകാരമാണ് സന്നിധാനം താൽക്കാലിക റേഞ്ച് രൂപീകരിച്ചിട്ടുള്ളത്. നിലവിൽ ആലപ്പുഴ ഡിവിഷനിൽ നിന്നുള്ള ഒരു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ 3 എക്സൈസ് ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെ 24 പേരടങ്ങുന്ന ഒരു സംഘമാണ് സേവനം അനുഷ്ഠിച്ചു വരുന്നത്. പരിശോധനയിൽ ഇതുവരെ 198 നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും 39,600 രൂപ പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് നിലവിലെ സന്നിധാനം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സുനിൽകുമാർ പറഞ്ഞു. പ്രധാനമായും പുകവലി, അനധികൃത പുകയില വസ്തുക്കളുടെ ഉപയോഗം തുടങ്ങിയ നിയമലംഘനങ്ങളാണ് കണ്ടുവരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിറ്റി വിഷൻ സന്നിധാനം. ഈ തീർത്ഥാടന കാലത്ത് ശബരിമല ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം 10 ലക്ഷം പിന്നിട്ടു. ഇതുവരെ ആകെ 10,29,451 തീർത്ഥാടകരാണ് ഈ സീസണിൽ ദർശനം നടത്തിയത്. കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നതിനാൽ തുടരുന്ന തിരക്കിലും സുഖദർശനം ലഭിച്ചതിന്റെ സന്തോഷത്തോടെയാണ് തീർത്ഥാടകർ മലയിറങ്ങുന്നത്. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പുറപ്പെട്ടാൽ അധികവും കാത്തു നിൽക്കാതെ തന്നെ എല്ലാ ഭക്തർക്കും ദർശനം ഉറപ്പാക്കാൻ കഴിയുന്നുണ്ട്. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ മാരക മയക്കുമരുന്നുമായി യുവാവ് പിടിയിലായി. LSD സ്റ്റാമ്പും കഞ്ചാവും നാർക്കോട്ടിക് ഉദ്യോഗസ്ഥർ യുവാവിന്റെ പക്കൽ നിന്നും പിടിച്ചെടുത്തു. ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് നാർക്കോട്ടിക് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് യുവാവ് കുടുങ്ങിയത്. മണിയാറൻകുടി ഭൂമിയാകുളം സ്വദേശി നോയലാണ് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ മാരക മയക്കുമരുന്നുമായി പിടിയിലായത്. 27-കാരനായ യുവാവിന്റെ പക്കൽ നിന്നും 5 LSD സ്റ്റാമ്പുകളും 1.5 ഗ്രാം കഞ്ചാവും നാർക്കോട്ടിക് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. തങ്കമണിക്ക് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന യുവാവ് LSD സ്റ്റാമ്പുമായി ഇടപാടുകാരെ കാത്തുനിൽക്കുന്നതിനിടയിലാണ്
കല്ലാറുകൂട്ടിയിൽ നിന്നും പിടിയിലായതെന്നാണ് നാർക്കോട്ടിക് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. യുവാവിനെ കഴിഞ്ഞ കുറച്ച് നാളുകളായി നാർക്കോട്ടിക് സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇയാൾക്ക് എവിടെ നിന്നാണ് LSD സ്റ്റാമ്പ് അടക്കം ലഭിച്ചതെന്ന കാര്യം നാർക്കോട്ടിക് സംഘം അന്വേഷിച്ചു വരുന്നു. ഇടുക്കി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിലെ എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷ് കുമാർ KVയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സിറ്റി വിഷൻ, അടിമാലി. ഇടവേള. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. ഇടുക്കി ആനച്ചാലിലെ ആകാശ ഭക്ഷണശാലയിൽ കുടുങ്ങി വിനോദസഞ്ചാരികൾ. സ്വകാര്യ കമ്പനിയുടെ സ്കൈ ഡൈനിങ്ങിൽ മലപ്പുറം സ്വദേശികളാണ് കുടുങ്ങിയത്. ഹൈഡ്രോളിക് സംവിധാനം തകരാറിലായതാണ് സഞ്ചാരികൾ കുടുങ്ങാൻ കാരണമായത്. 2 കുട്ടികളും മാതാപിതാക്കളും ജീവനക്കാരിയുമാണ് മുകളിൽ കുടുങ്ങിയത്. 1 മാസം മുമ്പാണ് ആനച്ചാലിൽ ആകാശ ഭക്ഷണശാല തുറന്നത്. ആധുനികതയുടെ കടന്നുകയറ്റത്തിൽ പാടശേഖരങ്ങൾ പടികടക്കുമ്പോഴും നെൽകൃഷിയെ നെഞ്ചോട് ചേർത്ത ഒരു കുടിയേറ്റ കർഷകയുണ്ട് ഇടുക്കിയുടെ മലയോരത്ത്. കാർഷിക കുടിയേറ്റ ഗ്രാമമായ കൊന്നത്തടിയിലെ കൗസല്യ ചേച്ചി. കുടിയേറ്റ കാലം മുതൽ ഇന്നോളം നെൽകൃഷി മുടക്കിയിട്ടില്ല ഈ കർഷക. ലാഭനഷ്ടങ്ങളുടെ കണക്ക് നോക്കാറില്ല. ജീവനും ജീവിതവുമാണ് കൗസല്യ ചേച്ചിക്ക് നെൽകൃഷി. അരി വളരുന്നത് ഏത് മരത്തിലാണെന്ന് ചോദിക്കുന്ന പുതിയ തലമുറയ്ക്ക് കൃഷി അറിവിന്റെ അനുഭവ പാഠം കൂടിയാണ് ഈ കർഷക. കൊന്നത്തടി പഞ്ചായത്തിലെ കൊന്നത്തടി ഉറുമ്പിക്കൽ കൗസല്യയോട് നെൽകൃഷിയെക്കുറിച്ച് ചോദിച്ചാൽ 100 നാവാണ്. കാരണം കൃഷിയെ അത്രത്തോളം ഇവർ നെഞ്ചിലേറ്റിയിട്ടുണ്ട്. അമിതമായ ഉൽപാദന ചെലവും മറ്റു പലവിധ കാരണങ്ങളും കൊണ്ട് നെൽകൃഷി മലയോരത്തിന്റെ മണ്ണിൽ നിന്നും അപ്രത്യക്ഷമാകുമ്പോഴും കുടിയേറ്റ കാലം മുതൽ ഇന്നോളം കൗസല്യ ചേച്ചിയുടെ പാടശേഖരം തരിശു കിടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇക്കാലം അത്രയും 1 കിലോ അരി പോലും കൗസല്യ ചേച്ചി പുറത്തുനിന്ന് വാങ്ങിയിട്ടുമില്ല. 65 സെന്റ് പാടശേഖരമാണ് ഇവർക്കുള്ളത്. വീട്ടാവശ്യത്തിനുള്ളത് എടുത്തു കഴിഞ്ഞാലും പുറത്തു കൊടുക്കാനും മിച്ചമുണ്ട്. ലാഭമുണ്ടോയെന്ന് നോക്കാറില്ല. പക്ഷേ കൃഷി ഇറക്കാതിരിക്കാൻ കഴിയില്ല. നെൽകൃഷി അന്യം നിന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ കൗസല്യ ചേച്ചിയുടെ പാടം തേടി എത്തുന്നവരും നിരവധി. ഞാൻ വർഷങ്ങളായിട്ട് മുതൽ കൃഷി ചെയ്യുന്നതാണ്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ നെൽകൃഷിക്കാരായിരുന്നു. ഇതിങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്നതിനോട് എനിക്ക് എല്ലാവരും കൃഷി ചെയ്തിട്ടിങ്ങനെ ചെയ്യാതെ ഇരുന്നുകൊണ്ട് എനിക്കത് കാണുമ്പോൾ ബുദ്ധിമുട്ടെങ്കിലും ഞാനിത് ലാഭമൊന്നുമില്ല എങ്കിലും ചെയ്തു പോകുന്നു. മായം ചേർക്കാത്ത കഴിക്കാമല്ലോ നമുക്ക്. ട്രില്ലറിന്റെ സഹായത്തോടെ പാകപ്പെടുത്തിയെടുക്കുന്ന പാടത്ത് വിത്തിറക്കുന്നത് മുതൽ എല്ലാ പരിപാലനവും ഒറ്റയ്ക്ക്. നെൽകൃഷിക്ക് വെല്ലുവിളിയായി തൊഴിലാളി ക്ഷാമം നിലനിൽക്കുമ്പോൾ കൊയ്തെടുക്കാൻ കൗസല്യ ചേച്ചിക്ക് ആശ്രയം അതിഥി തൊഴിലാളികളാണ്. രാസവളങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കില്ല. തികച്ചും ജൈവമായ രീതിയിലാണ് കൗസല്യ ചേച്ചിയുടെ കൃഷി. ജൈവ കൃഷി രീതിയുടെ പ്രാധാന്യവും പാടശേഖരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയുമാണ് പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്
കൗസല്യ ചേച്ചിയുടെ മുടക്കമില്ലാത്ത നെൽകൃഷിക്ക് പിന്നിൽ. സിറ്റി വിഷൻ കൊന്നത്തടി. ജൈവ കൃഷിയുടെ അനുഭവ പാഠങ്ങൾ പഠിച്ച ഇടമലക്കുടി ട്രൈബൽ LP സ്കൂളിലെ കുരുന്നുകളുടെ പച്ചക്കറി കൃഷി പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും കുട്ടികൾക്ക് അറിവ് പകരുകയെന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിന്റെ പരിസരത്ത് ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ചത്. സ്കൂളിൽ നിന്നും കിട്ടിയ കൃഷിപ്പാഠങ്ങളിൽ നിന്ന് കുട്ടികൾ ഇപ്പോൾ വീടുകളിലും അടുക്കളത്തോട്ടങ്ങളും പരിപാലിക്കുന്നുണ്ട്. ഹൈറേഞ്ചിന്റെ കാർഷിക വിദ്യാലയം എന്നറിയപ്പെടുന്ന രാജാക്കാട് പഴയവിടുത്തി ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപകനായിരുന്ന ഷിബു KV ഇടമലക്കുടി സ്കൂളിൽ പ്രധാന അധ്യാപകനായി ചുമതലയേറ്റതിനു ശേഷമാണ് കുട്ടികൾക്കൊപ്പം നിന്ന് അവരിൽ ഒരാളായി പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിലേക്കും ഇവരെ കൈപിടിച്ചു നടത്താൻ തുടങ്ങിയത്. ലഹരിക്കെതിരെയുള്ള പോരാട്ടവും മറ്റു പ്രവർത്തനങ്ങളും അതിന് മാതൃകയാണ്. ഇതോടൊപ്പമാണ് ജൈവ കൃഷിയും നടത്തിവരുന്നത്. പയറ്, തക്കാളി, പച്ചമുളക്, വഴുതന, വെണ്ട തുടങ്ങിയ വിവിധ ഇനം പച്ചക്കറികളാണ് ഇവരിവിടെ നട്ടുപരിപാലിക്കുന്നത്. ജൈവ കൃഷി എന്നത് മാത്രമല്ല, ശാസ്ത്രീയമായ കൃഷിയിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യവും സ്കൂളിലെ പച്ചക്കറി കൃഷിക്ക് പിന്നിലുണ്ട്. അന്യം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാർഷിക സംസ്കാരത്തെക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തലുകളാണ് ഞങ്ങൾ ഈ കൃഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലുപരി വിഷരഹിതമായ പച്ചക്കറി എനിക്കും എൻ്റെ സ്കൂളിനും എനിക്കും എൻ്റെ നാടിനും എന്ന മുദ്രാവാക്യത്തിലൂന്നിയുള്ള ഒരു പരിശീലനമാണ് ഞങ്ങളിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്കൂളിൽ കുട്ടികൾ നടത്തുന്ന പച്ചക്കറി കൃഷിക്ക് പിന്തുണയും വേണ്ട സഹായങ്ങളും നൽകി കൃഷിവകുപ്പും ഒപ്പമുണ്ട്. സ്കൂളിൽ മാത്രമല്ല, സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ എല്ലാ വീടുകളിലും ജൈവ കൃഷി എത്തിക്കുകയും ഒപ്പം എല്ലാവരിലേക്കും ശാസ്ത്രീയ കൃഷിരീതിയുടെ അറിവുകൾ പകർന്നു നൽകുക എന്ന വലിയ ലക്ഷ്യവും നിർത്തിയാണ് സ്കൂളിലെ കുട്ടികളുടെ പച്ചക്കറി കൃഷി. സിറ്റി വിഷൻ ഇടമലക്കുടി. നാടും നഗരവും തെരഞ്ഞെടുപ്പ് ചൂടിൽ കത്തി നിൽക്കുമ്പോൾ മലയോരം ക്രിസ്തുമസിനെയും വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഇടുക്കിക്ക് ഉയർത്തെഴുന്നേൽപ്പ് കൂടിയാണ് ഈ ക്രിസ്തുമസ് കാലം. വലിയ പ്രതീക്ഷയിലാണ് വ്യാപാര മേഖലയും ക്രിസ്തുമസ് വിപണിയും സജീവമാകുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്തിനൊപ്പം കടന്നുവരുന്ന ക്രിസ്മസ് നാളുകൾ വലിയ പ്രതീക്ഷയാണ് ഇടുക്കിക്ക് പകർന്നു നൽകുന്നത്. പ്രതിസന്ധികളൊക്കെ മറികടക്കാനാകുമെന്ന പ്രതീക്ഷ മാത്രമാണ് മലയോരത്തിനിപ്പോൾ. ഇതിന്റെ ഭാഗമായി ക്രിസ്മസ് വിപണികളും സജീവമായി കഴിഞ്ഞു. നക്ഷത്ര വിളക്കുകളും അലങ്കാര ബൾബുകളും വിപണിയിലെത്തി. നിലവിൽ വിപണി വലിയ രീതിയിൽ ഉണർന്നിട്ടില്ലെങ്കിലും വരും ദിവസങ്ങളിൽ വ്യാപാര മേഖല സജീവമാകുമെന്ന പ്രതീക്ഷയാണ് വ്യാപാരികൾ പങ്കുവയ്ക്കുന്നത്. വ്യാപാരി എന്ന നിലയിൽ ഒന്നും ആയിട്ടില്ല ഞങ്ങള്. എന്നാലും 2 വർഷത്തെ വെച്ച് നോക്കുമ്പോൾ നല്ല നിലയിൽ ഇപ്രാവശ്യം ഞങ്ങൾക്ക് വിപണി മുന്നോട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ സാധനങ്ങളെല്ലാം വിറ്റഴിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. പുൽക്കൂടുകൾ, ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് പാപ്പയുടെ കുപ്പായം, അങ്ങനെ എല്ലാം വിപണിയിൽ നിരന്നു കഴിഞ്ഞു. ക്രിസ്മസ് വ്യാപാരത്തിന്റെ തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നത് നക്ഷത്ര വിളക്കുകളും അലങ്കാര ബൾബുകളുമാണ്. വിവിധ വർണ്ണങ്ങളിൽ നക്ഷത്ര വിളക്കുകളും അലങ്കാര ബൾബുകളും തെളിഞ്ഞു നിൽക്കുമ്പോൾ ഇടുക്കിക്ക് പ്രതീക്ഷയുടെ പ്രകാശം കൂടിയാണ് പകർന്നു നൽകുന്നത്. സിറ്റി വിഷൻ രാജാക്കാട്. ലഹരിക്കെതിരെയുള്ള ഇടുക്കി ജില്ലാ പോലീസിന്റെ ബോധവൽക്കരണ പരിപാടിയായ ഉദയം പ്രോജക്ടിന്റെ ജില്ലാതല ഉദ്ഘാടനം വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ശ്രീ KM സാബു മാത്യു IPS ഉദ്ഘാടനം നിർവഹിച്ചു. അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ഇമ്മാനുവൽ പോൾ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിന് ഹെഡ്മിസ്ട്രസ് അർച്ചന തോമസ് സ്വാഗതം ആശംസിച്ചു. ഇടുക്കി പോലീസ് ഇൻസ്പെക്ടർ സോൾജി മോൻ, സ്കൂൾ മാനേജർ ഫാദർ ടോമി ആനിക്കുഴിക്കാട്ടിൽ എന്നിവർ ആശംസകൾ അറിയിച്ചു. പ്രോജക്ടിന്റെ പ്രധാന പരിശീലകരായ സബ് ഇൻസ്പെക്ടർ അജി അരവിന്ദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജോബിൻ ജെയിംസ് എന്നിവർ പങ്കെടുത്തു. SPC പ്രോജക്ട് അസിസ്റ്റന്റ് ജില്ലാ നോഡൽ ഓഫീസർ സബ് ഇൻസ്പെക്ടർ SR സുരേഷ് ബാബു നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കുമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തപ്പെട്ടു. സബ് ഇൻസ്പെക്ടർ അജി അരവിന്ദ് ക്ലാസ് നയിച്ചു. സ്വർണം വെള്ളി നിരക്കുകൾ.
ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണ്ണഗ്രാമിന് 11,775 രൂപ, പവന് 94,200 രൂപ, വെള്ളി ഗ്രാമിന് 183 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് രാജാക്കാട് ഡിവിഷനിൽ പ്രചാരണം ശക്തമാക്കി ഇടത് വലത് മുന്നണികൾ. സീറ്റ് നിലനിർത്താൻ LDFും തിരിച്ചുപിടിക്കാൻ UDFും പ്രചാരണ രംഗത്ത് സജീവം. സംസ്ഥാനത്ത് തന്നെ ഏറെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഇടങ്ങളിലൊന്നായി കട്ടപ്പന നഗരസഭയിലെ 22ാം വാർഡ്. മുൻ MLAയും AICC അംഗവുമായ EM അഗസ്ത്യാണ് UDF സ്ഥാനാർത്ഥി. LDF സ്ഥാനാർത്ഥിയായി CR മുരളി. NDAയും സജീവം. രാഹുൽ മാങ്കോട്ടത്തിലിനെ ന്യായീകരിച്ച UDF കൺവീനർ അടൂർ പ്രകാശ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പല കള്ളക്കേസുകളും ഉണ്ടാകും, തനിക്കെതിരെയും ഉണ്ടായിട്ടുണ്ട്. പരാതിയുണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ എന്നും അടൂർ പ്രകാശ്. ശബരിമല സന്നിധാനവും പരിസരവും 24 മണിക്കൂറും എക്സൈസിന്റെ നിരീക്ഷണത്തിൽ. ഒരു സർക്കിൾ ഇൻസ്പെക്ടറും 3 ഇൻസ്പെക്ടർമാരും 6 അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരും അടങ്ങുന്ന 24 അംഗ ടീമാണ് നിലവിൽ സന്നിധാനത്ത് നിരീക്ഷണത്തിനുള്ളത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.